നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി മോള് വേണം നന്ദന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ. എല്ലാം ഞാൻ നോക്കിക്കോളാം ആന്റി. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. നന്ദനെ ഞാൻ മാറ്റിയെടുത്തോളാം. മോളെ ദിയമോൾക്ക് മുറി കാണിച്ചു കൊടുക്കാം. നന്ദൻ അവനിവിടെ ഇല്ല, പുറത്തു പോയിരിക്കും. മുത്തശ്ശിയോ? ഇവിടെ ഇല്ല, ക്ഷേത്ര ദർശനമായിട്ട് പോയിരിക്കുക. അമ്മയെ സൂക്ഷിക്കണം. നമ്മുടെ പ്ലാനുകൾ പൊളിക്കാൻ അമ്മ ശ്രമിക്കും. മുത്തശ്ശിയെ ഞാൻ നോക്കിക്കോളാം. അതിത്തിരി കടപ്പമാ കേട്ടോ ദിയെ. ഏത് കടുപ്പവും ദിയ ലൈറ്റാക്കി മാറ്റും, അലിയിച്ചു കളയും. നോക്കിക്കും. വാ റൂമിലേക്ക് പോ. വാ. ഇപ്പൊ എനിക്ക് നല്ല സന്തോഷായി ദിയെ. അതെന്താ പെട്ടെന്നൊരു സന്തോഷം തോന്നാൻ കാരണം? അല്ല, ഇനി നീ ഇവിടെ ഉണ്ടാകുമല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ സന്തോഷം. ശരണ്യ, അവളുടെ ഭരണമായിരുന്നു ഇവിടെ. ഇനി അവളെ നോക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ വന്നില്ലേ. എന്നാലും ദിയെ, ഇപ്പോഴും അവളല്ലേ നന്ദന്റെ ഭാര്യ. അതെ, സമ്മതിച്ചു. എന്നാൽ ആ സ്ഥാനത്തേക്ക് ഞാൻ വരാൻ ഇനി അധികം താമസം ഉണ്ടാവില്ല. എങ്ങനെ നീ നന്ദന്റെ മനസ്സിലേക്ക് കയറും? സ്നേഹത്തിന്റെ ഭാഷയിലൂടെ. അഞ്ജിതേ, നന്ദനും ശരണ്യയും തമ്മിൽ അകന്നു നിൽക്കുമ്പോ അവർക്കിടയിൽ വരുന്ന ആ ഗ്യാപ്പില് ഞാനുണ്ടാവും. നന്ദനോട് മധുരമായി സംസാരിക്കും, പെരുമാറും. നിരന്തരമായ എന്റെ സാമീപ്യം കൊണ്ട് നന്ദന്റെ മനസ്സ് മാറും. ശരണ്യയ്ക്ക് ഒരിക്കലും അടുക്കാൻ പറ്റാത്ത വിധം അവളിൽ നിന്ന് നന്ദനെ ഞാൻ അകറ്റും. ശരണ്യെ കാണാനോ സംസാരിക്കാനോ പറ്റാത്ത വിധം അവരുടെ ഇടയിൽ ഞാനൊരു മറയായി നിൽക്കും. എന്റെ കൈവെള്ളയിൽ നന്ദനെ ഞാൻ വയ്ക്കും. നീ സമ്മതിക്കണം ദിയെ. അഞ്ജിതേ, ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടല. ഇത്രയും നാളും ഞാൻ അനുഭവിച്ചത് ആ അസ്വസ്ഥതയാ. അത് കിട്ടാതായാൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കും. നന്ദനെ എനിക്ക് വേണോ അഞ്ജിതേ? അത് തന്നെയാ എന്റെ ആഗ്രഹം ദിയെ. ഇനി നീ ഇവിടുന്ന് പോവരുത്, നീ ഇവിടെ ഉണ്ടാവണം. ഇന്നു മുതൽ നന്ദന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഒരു ഭാര്യയെപ്പോലെ. ശരണ്യെ സ്നേഹിച്ചതിനേക്കാളും കൂടുതലായി സ്നേഹിച്ചുകൊണ്ട്. അഞ്ജിതേ, ദിയ നന്ദൻ, ആ പേരിന് നല്ല ഭംഗിയുണ്ടല്ലേ? ചേർച്ചി. ഇങ്ങനെയായി പോയല്ലോ ശരണ്യ. എല്ലാം സഹിച്ച് കരഞ്ഞോണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടൊരു ജന്മം. നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ? അവന് നിന്നെ വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അവന്റെ പിറകെ നടക്കുന്നേ? കളഞ്ഞിട്ട് പോണം. ജീവിക്കാൻ മാന്യമായൊരു ജോലിയുണ്ടല്ലോ. ഇങ്ങനെ ദുഃഖപുത്രിയായിട്ട് ഇരിക്കാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. എന്റെ ജീവിതം ഇങ്ങനെ ആയപ്പോ നിന്റെ ലൈഫ് കണ്ട് ഞാൻ എന്തുമാത്രം സന്തോഷിച്ചതാണെന്ന് അറിയോ? നീയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത്. അതും വെറുതെയായി. നന്ദൻ എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ട്, അതെനിക്കറിയാം. പക്ഷെ നന്ദന്റെ ഉള്ളിൽ അമ്മയെക്കുറിച്ച് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അത് നന്ദന് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാ നന്ദനിൽ ഈ മാറ്റം വന്നത്. അമ്മയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയല്ല, നല്ല ധാരണയാ. എന്താ അമ്മ കാണിച്ചത് നല്ല കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അയാളുമായിട്ട് അമ്മ അടുത്തപ്പോ ഞാൻ എതിർത്തതാ.
അപ്പൊ നീ അടക്കം എല്ലാരും അമ്മയെ സപ്പോർട്ട് ചെയ്തു, അയാളെ സപ്പോർട്ട് ചെയ്തു. എന്നിട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചില്ലേ? അത് നിന്റെ ലൈഫിലും ബാധിച്ചില്ലേ? പുറത്ത് തലയുയർത്തി നടക്കാൻ പറ്റുന്നുണ്ടോ? ചോദ്യങ്ങളാ. മുതിർന്ന 4 മക്കളുണ്ടായിട്ടും അമ്മയ്ക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടെന്ന ചോദ്യങ്ങളാ. എന്തുത്തരം നീ പറയും? എന്തെങ്കിലും ഉത്തരം നിന്റെ കയ്യിലുണ്ടോ? അങ്ങനെയല്ല സംഭവിച്ചു പോയി. അതിനമ്മ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇത്രയൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും അതിനൊക്കെ ഉത്തരവാദി അമ്മയാണെന്ന് അറിഞ്ഞിട്ടും പിന്നെ എങ്ങനെ നിനക്ക് അമ്മയെ ന്യായീകരിക്കാൻ കഴിയുന്നു ശരണ്യ? കഷ്ടം. നമ്മുടെ അമ്മ ഒരുത്തിയല്ലേ ഇതിനെല്ലാത്തിനും കാരണം. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. നിന്റെ ജീവിതവും നശിപ്പിച്ചു. എന്നിട്ടും എല്ലാം സംഭവിച്ചു പോയതല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു. നീ ഇവിടെ അമ്മയെ സപ്പോർട്ട് ചെയ്തിരുന്നോ? നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാം സഹിക്കുന്ന ഒരു ദുഃഖപുത്രി. നീ സഹിച്ചോ? അങ്ങനെ നന്ദന്റെ വീട്ടിൽ കയറിക്കൂടി. ഇനി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പം. ഇന്നും എന്റെ മനസ്സിൽ വേദനയായി നിൽക്കുന്ന എന്റെ നന്ദന്റെ അരികിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. ആ നാശം പിടിച്ചവള് ശരണ്യ ഇവിടെ ഇല്ലാത്ത സമയം ശരിക്കും വിനിയോഗിക്കണം. നന്ദനെ റൂമിൽ ചെന്ന് കണ്ടാലോ? അവൻ ഇഷ്ടപ്പെടുവോ? എന്തായാലും ഒരു റിസ്ക് എടുക്കാം. എല്ലാം എന്റെ നന്ദന് വേണ്ടിയിട്ടല്ലേ. നന്ദ, നീ എന്തിനാ മുറിയിൽ വന്നത്? വെറുതെ നന്ദനെ ഒന്ന് കാണാൻ. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ നന്ദ, വെറുതെ ഒന്ന് കാണാൻ. എന്താ എന്നെ കണ്ടപ്പോ നന്ദൻ നെർവസ് ആയോ? അല്ല, പെട്ടെന്ന് ദിയെ കണ്ടപ്പോൾ ഞാൻ ഈ കട്ടിലൊന്നിരുന്നോട്ടെ. എന്താ ദിയായി കാണിക്കുന്നത്? ഇതെന്റെ ബെഡ്റൂമാ. അറിയാം നന്ദ, ഞാൻ ഇവിടെ ഇരുന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഇരിക്കേ. എന്താ ദിയ? എന്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ നന്ദ. വിധിയാണ്. അല്ലെങ്കിൽ ഈ ബെഡ്റൂം എന്റെ സ്വന്തമാകുമായിരുന്നില്ല നന്ദ. നന്ദനം. ഇതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറയണം. എന്റെ മനസ്സിലെ സങ്കടം എനിക്ക് പറയണം നന്ദ. ഒരുപാട് 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 മോഹിച്ചിട്ട് കിട്ടാതെ പോകുമ്പോ ഈ ഹൃദയത്തിലുണ്ടാവുന്ന ഒരു പിടച്ചിലുണ്ടല്ലോ, ആ മുറിവിന്റെ ഒരു നീറ്റല്, അതിന്റെ വേദന നന്ദന് പറഞ്ഞാൽ മനസ്സിലാവൂ? ഇങ്ങനെ ഞാനും നന്ദനും മാത്രമായി ഈ ബെഡ്റൂമിൽ ഇരുന്നെന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. ആ ആഗ്രഹത്തിൽ വന്നതാ നന്ദ. ഇപ്പൊ ശരണ്യ ഇവിടെ ഇല്ലല്ലോ. നന്ദൻ എന്നെ ശരണ്യെ പോലെ കാണണമെങ്കിലാവാം. എനിക്ക് വിരോധമൊന്നും ഇല്ല കേട്ടോ.